Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. ലാസ്റ്റ് വീഡിയോസിൽ നമ്മളെ വാട്ട് ഈസ് ഫോഴ്സ്, എക്സ്പ്ലോറിംഗ് ഫോഴ്സസ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? വീഡിയോസ് കാണാത്തവർ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് പൈസയൊന്നും പോകത്തില്ലെന്നറിയാലോ. സോ പ്ലീസ് സപ്പോർട്ട് ബൈ പ്രസ്സിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. And don't forget to press the bell icon. So today we are going to learn about contact forces, non-contact forces, and the last topic of this chapter, pressure. Very important topics. അപ്പോൾ ഞാൻ ലാസ്റ്റ് നോട്ട്സ് എല്ലാം ഷെയർ ചെയ്യാം. സോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പ്ലീസ് ലിസൺ ടു ദ ക്ലാസ്. So let's get started. There are two types of forces. They are contact forces and non-contact forces. അതിൽ തന്നെ ഞാനൊരു ഓവർവ്യൂ തരാം എന്തൊക്കെ പഠിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ. സോ കോണ്ടാക്ട് ഫോഴ്സസിൽ രണ്ട് തരം ഫോഴ്സസ് പഠിക്കാനുണ്ട്. ദേ ആർ മസ്കുലർ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരു കോണ്ടാക്റ്റ് ഉണ്ടാവണം, എന്നാലേ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓൾറെഡി ഫോഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ദർ ഷുഡ് ബി എ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ദർ ഷുഡ് ബി എൻ ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആവാം. നോക്കൂ, ഇത് സ്ക്വീസിങ് ബോൾ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. എന്നാൽ അത് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ടാവാം, ഒരു റോപ്പ് വെച്ചിട്ടാവാം. എങ്ങനെയാണെങ്കിലും ദർ ഷുഡ് ബി ആൻ ഇൻട്രാക്ഷൻ. ഓൺലി ദെൻ വി ക്യാൻ അപ്ലൈ എ ഫോഴ്സ്. അങ്ങനെ കോണ്ടാക്ട് ഫോഴ്സസിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് മസ്കുലർ ഫോഴ്സ്. ഫ്രം ദ പിക്ചേഴ്സ് ഇറ്റ്സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മസ്കുലർ ഫോഴ്സ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ലൈക്ക് നമ്മൾ നമ്മുടെ മസിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ഡെയിലി നടക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഫോർ എവറി ആക്ടിവിറ്റീസ് വി ആർ യൂസിങ് അവർ മസിൽസ് ടു അപ്ലൈ ഫോഴ്സ്. നമുക്കൊരു ബുക്ക് പുഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബക്കറ്റിലെ വെള്ളം ലിഫ്റ്റ് ചെയ്യണം. നോട്ട് ഓൺലി ദാറ്റ്, ഫോർ റണ്ണിങ്, ജമ്പിങ്, വാക്കിംഗ്, in every sort of actions we are using our muscles to apply force. ഹ്യൂമൻസ് മാത്രമല്ല, അനിമൽസും മസ്കുലർ ഫോഴ്സസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി പീപ്പിൾ മേക്ക് യൂസ് ഓഫ് ദം ടു പെർഫോം വേരിയസ് ടാസ്ക് ഫോർ അസ്. സോ മസ്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ്. So in total, what is muscular force? It is due to the action of muscles, and the force is applied using the part of our body like arms, legs, etc. So very simple topic, I think it's clear. So the next type of force in contact forces is the frictional force. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു. ഡു യു റിമെമ്പർ? ഒരു ബോൾ നമ്മൾ റോള് ചെയ്താൽ അത് കുറച്ച് പോയിട്ട് അവിടെ താനെ പോയിട്ട് റെസ്റ്റിലാവുന്നു. നമ്മൾ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യാതെ തന്നെ മെല്ലെ പോയിട്ട് അതവിടെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ അവിടെ റെസ്റ്റിലായാൽ ദർ ഈസ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷന് എപ്പോഴും അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പക്ഷെ നമ്മളൊരു ഫോഴ്സ് അവിടെ കാണുന്നില്ല. ദെൻ വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, എക്സാമ്പിൾസ് കൊടുത്തേക്ക് നോക്കൂ. റോയിങ് എ ബോട്ട്, പെഡലിങ് എ സൈക്കിൾ, എ മൂവിങ് ബോൾ കെയിം ടു റെസ്റ്റ്. ഒരു ബോട്ട് നമ്മൾ തുഴഞ്ഞ് കുറച്ച് നേരം പിന്നെ തുഴയാതിരുന്ന് അത് താനെ വന്ന് റെസ്റ്റിലാവുന്നു. അത് ബോളും കുറച്ച് കഴിഞ്ഞാൽ താനെ വന്ന് റെസ്റ്റിലാവുന്നു. പെഡലിങ് എ സൈക്കിൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിലാവുന്നു. എന്തുകൊണ്ട് റെസ്റ്റിലാവുന്നു? പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് ഞാൻ ഷെയർ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഈ ബോട്ടിൻ്റെ കേസിലാണെങ്കിലും ബോളിൻ്റെ കേസിലാണെങ്കിലും എനിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ
പെഡലിങ് സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണല്ലോ അത് അവിടെ സ്റ്റോപ്പ് ആവുന്നത്, ബ്രേക്ക് ഇടുമ്പോഴാണല്ലോ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, ചിലപ്പോൾ നോക്കുന്നവർക്ക് ആർക്കെങ്കിലും തോന്നാം. സോ ഞാൻ പിന്നീട് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി പഠിച്ചപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത്. സോ നമുക്ക് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നോക്കാം. കൺസിഡർ ദിസ് ഇസ് എ മൂവിങ് ബോൾ. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ബോളിൻ്റെ ഡയറക്ഷൻ ഞാൻ അങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് ദിസ് ബോൾ ഇസ് ദിസ് ഡയറക്ഷൻ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്കാണ് ആക്ട് ചെയ്യാൻ നോക്കാം. കണ്ടോ, ഇങ്ങോട്ടാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇനി എപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് നോക്കാം. രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ബോളിൻ്റെ കേസിലാണെങ്കിൽ ബോളിൻ്റെ സർഫസും ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടല്ലേ, അവിടെയാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഒരു ഒബ്ജക്റ്റ് ഗ്രൗണ്ടിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ആ മോഷനെ ഒപ്പോസ് ചെയ്തിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുക. That is, it is a force generated by two surfaces that in contact slide each other and opposes motion, and it always acts in a direction opposite to the direction of motion. ബോളിൻ്റെ കേസ് മനസ്സിലായി കാണും. അപ്പോൾ ബോട്ടിൻ്റെ കേസിലാണെങ്കിൽ ഏതൊക്കെയാണ് ടു സർഫസസ്? യെസ്, ആ ബോട്ടിൻ്റെ ബോട്ടം സർഫസസും പിന്നെ വാട്ടറിൻ്റെ സർഫസും തമ്മിലാണ് അവിടെ സ്ലൈഡ് ചെയ്യുന്നത്. സോ അവിടെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ബോളിലായിരുന്നപ്പോൾ ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ബോൾ ആൻഡ് ദ ഗ്രൗണ്ട്. ഇവിടെ എന്തായിരിക്കും? ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ദ ബോട്ട്. ആൻഡ് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ആ ഒബ്ജക്റ്റിൻ്റെ മോഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഈ കേസിൽ എങ്ങനെ ആയിരിക്കും? കണ്ടോ, ഇങ്ങനെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നോട്ട് ഇറ്റ്. ഇനി ഈ കേസസിൽ മാത്രമല്ല, നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും എല്ലാം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കാലും ആ ഗ്രൗണ്ടും തമ്മിൽ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ലേ? സോ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെയും ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ വി ആർ നോട്ട് സ്ലിപ്പിംഗ് ഡൗൺ. നമ്മളൊരു ഗ്രിപ്പ് എന്നൊക്കെ പറയില്ലേ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മുടെ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നേരെ വണ്ണം നടക്കാനും നിൽക്കാനും ഓടാനും ഒക്കെ സാധിക്കുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ഓൾ മൂവിങ് ഒബ്ജക്ട്സ്. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. നോൺ കോണ്ടാക്ട് പറഞ്ഞാൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാതെ ഉണ്ടാവുന്നൊരു ഫോഴ്സ്. സോ ഫോഴ്സസ് ദാറ്റ് അറൈസസ് വിത്തൗട്ട് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലാതെ ഉണ്ടാവുന്ന നമ്പർ 1 എക്സാമ്പിളാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു മാഗ്നറ്റിനെ പിന്നിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയിലിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടുവന്നാൽ മതി, അപ്പോഴത്തേക്കും അത് അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എല്ലാ മെറ്റൽസിലും, അതായത് കോയിൻസ് അല്ലെങ്കിൽ എന്ത് മെറ്റൽസ് ആണെങ്കിലും ഈ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതവിടെ കോണ്ടാക്റ്റ് വരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി, അപ്പോഴേക്കും അത് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ദർ ഇസ് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. നിങ്ങൾ മാഗ്നറ്റിനെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം ഇതിന് 2 പോൾസ് ഉണ്ടല്ലേ? ഏതൊക്കെയാണത്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. 2 magnets come together. What happened? Unlike pole attract and like poles repels. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് അൺലൈക്ക് പോൾസ് പറഞ്ഞാൽ സൗത്തും നോർത്തും രണ്ടും വ്യത്യസ്തമായ പോൾസ് വന്നാൽ അത് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ സൗത്തും നോർത്തും അങ്ങനെ ലൈക്ക് പോൾസ് ആണ് വരുന്നതെങ്കിൽ അതവിടെ റിപ്പൽ ചെയ്യാണ് ചെയ്യുക. ആൻഡ് വിച്ച് ഇസ് എ വെരി ബേസിക് ഇൻഫർമേഷൻ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾക്ക് ടെക്സ്റ്റിലെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. So take 2 bar magnets and place one over the pencils as shown. പെൻസിലൊക്കെ റൗണ്ടഡ് ഷേപ്പുള്ള പെൻസിൽസാണ് എടുത്തിരിക്കുന്നത്, സോ ദാറ്റ് ഇറ്റ് കുഡ് റോൾ. ഇനി ഫസ്റ്റ് കേസ് നോക്കൂ. മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെയിം പോൾസാണ്, നോർത്ത് എന്ന് ഞാൻ പറയാൻ കാരണം എപ്പോഴും ഒരു മാഗ്നറ്റിൽ റെഡ് പോയിന്റ് എവിടെയാണോ അത് നോർത്ത് സൈഡ് ആയിരിക്കും. സോ സെയിം പോൾസ് കൊണ്ടുവന്നപ്പോൾ റിപ്പൾഷൻ സംഭവിച്ചു. ഇനി നെക്സ്റ്റ് കേസിൽ നോക്കൂ. അവിടെ ഡിഫറെൻറ്റ് പോൾസ് ആണ് കൊണ്ടുവന്നത്, നോർത്തും സൗത്തും. സോ അവിടെ എന്ത് സംഭവിച്ചു? അട്രാക്ഷൻ. സോ
So what you came to understand, a magnet can exert a force on another magnet without being in contact with it. അല്ലേ? സെയിം ഫോഴ്സ് അവിടെ റിപ്പൽ ചെയ്തു, അൺലൈക്ക് പോൾസോ അട്രാക്റ്റും ചെയ്തു. രണ്ടും ഫോഴ്സ് തന്നെയാണ്. സിംപ്ലി മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മീൻസ് നമ്മൾ ചാർജിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ സംതിങ് വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്, that is which is not moving. So electrostatic means charges at rest. ഇനിയിപ്പോൾ ചാർജസ് മൂവിങ്ങിലായിരുന്നെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ വിളിക്കുമായിരുന്നു. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ എന്താണ്, ചാർജസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല, അതൊരു സർഫസിൽ തന്നെ ബൗണ്ട് ചെയ്തിരിക്കുവാണ്. ഇലക്ട്രിസിറ്റി ആകുമ്പോൾ അവിടെ ചാർജുകൾ മൂവ് ചെയ്യുന്നുണ്ടാകും. സോ ഇത് വെരി ബേസിക് ആണ്. നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കേണ്ട, എത്ര കാലം നിങ്ങൾ സയൻസ് പഠിക്കുന്നോ, എത്ര കാലം ഫിസിക്സിലൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നോ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊരു ഡെമോയിലൂടെ മനസ്സിലാക്കാം. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഇത് കണ്ട ശേഷം നമുക്ക് ടെക്സ്റ്റിലെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊന്ന് ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കാം, എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് ഡെമോയിലൂടെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ട്യൂബ് ഉണ്ടല്ലോ, അത് ഒരു പെന്നിൻ്റെ ട്യൂബായിരുന്നു. ആ ട്യൂബിനെ ഞാൻ ഒരു പേപ്പർ വെച്ച് റബ്ബ് ചെയ്തിരുന്നു. സോ ആ ട്യൂബ് അവിടെ അപ്പോൾ ചാർജ്ഡ് ബോഡിയായി. നമുക്ക് ചില ഒബ്ജക്ട്സിനെ ഈ പേപ്പർ വെച്ചിട്ടോ പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ പോളിസ്റ്റർ തുണി വെച്ചിട്ടോ ഒക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചാർജ് ചെയ്യിപ്പിക്കാം എന്നാണ് പറയുന്നത്. താഴെ കിടക്കുന്നത് മസ്റ്റാർഡ് സീഡ്സ് ആണ്, നമ്മുടെ കടുക്. സോ അതിനെ ഞാൻ റബ്ബൊന്നും ചെയ്തിട്ടില്ല. സോ അത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ ഒരു ചാർജ്ഡും അൺചാർജ്ഡും അടുത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയല്ലോ ഒരു അട്രാക്ഷൻ. അതെല്ലാം കൂടെ അട്രാക്ട് ചെയ്ത് ആ ട്യൂബിലോട്ട് പിടിച്ചു, അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സിൽ പഠിച്ചതുപോലെ തന്നെയാണ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് എന്ന് പറയുന്ന പോലെ ഇവിടെയും എന്താണ്, ഒരു ചാർജ്ഡ് ബോഡിയും ഒരു അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ അട്രാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു ചാർജ്ഡും തമ്മിലാണെങ്കിൽ റിപ്പൽ ചെയ്യുമായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ അട്രാക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ട്യൂബും മസ്റ്റാർഡ് സീഡ്സും രണ്ടും ഞാൻ റബ്ബ് ചെയ്തതാണെങ്കിൽ രണ്ടും അവിടെ എന്താകും, ചാർജ്ഡ് ബോഡി ആകും. അപ്പോൾ അവിടെ റിപ്പൽ ചെയ്യും. ആൻഡ് അപ്പോൾ അട്രാക്ഷൻ പുള്ളും റിപ്പൾഷൻ പുഷുമാണ്, അല്ലേ? സോ ബോത്ത് ആർ ഫോഴ്സസ്. സോ ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു, അല്ലേ? ഇനി നമ്മൾക്ക് ടെക്സ്റ്റിലെ ആക്ടിവിറ്റി നോക്കാം. ഹിയർ വി ടേക്ക് 2 straws. അതിലെ ഒരു സ്ട്രോ റബ്ബൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റേ സ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബ് ചെയ്തതാണ് പേപ്പർ വെച്ചിട്ട്. സോ ഇറ്റ് ഈസ് എ ചാർജ്ഡ് വൺ. ആൻഡ് അവിടെ ഹാങ് ചെയ്തത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഓഫ് കോഴ്സ് അത് അട്രാക്റ്റ് ചെയ്യും. ഒരു ചാർജ്ഡും ഒരു അൺചാർജ്ഡുമാണ്. സോ അട്രാക്ട്സ്. അതിനുശേഷം രണ്ടിനെയും ചാർജ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, റിപ്പൽ ചെയ്തു. രണ്ടിനെയും പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും എന്തായി, ചാർജ്ഡ് ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു, റിപ്പൽ ചെയ്തു. കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഇവിടെ ഒന്നും ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആർ നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ്
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ്. നിങ്ങൾ ചെറുപ്പം തൊട്ട് പ്രൈമറി ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ് അല്ലേ. എല്ലാ ഒബ്ജക്റ്റും താഴോട്ട് തന്നെ വീഴുന്നു, ഒന്നും മേലോട്ട് പോകുന്നില്ല. നമ്മളൊരു ബോൾ എടുത്ത് എറിഞ്ഞു മേലോട്ട്, അത് കുറച്ച് മേലെ പോയ ശേഷം വീണ്ടും താഴോട്ട് തന്നെ വീഴുന്നു. ഒരു ഫോഴ്സ് എർത്തിലോട്ട് തന്നെ അതിനെ പുള്ള് ചെയ്യുന്നു, ദാറ്റ് മീൻസ് വലിക്കുന്നു അല്ലേ. എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ ഇഫ് യു ഡ്രോപ്പ് സം കോയിൻസ് ഇറ്റ് വിൽ ഓൾവേസ് ഫെൽ ഡൗൺ. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇതുപോലെ പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ whenever you open a tap the water always flow towards the ground, isn't it? വാട്ടർഫോൾ എപ്പോഴും താഴോട്ട് തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് പറയാം. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ഓൾസോ എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, പ്രഷർ. നിങ്ങൾ പ്രഷറിനെ കുറിച്ചിട്ട് 7th സ്റ്റാൻഡേർഡിൽ സൈക്ലോൺസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അതിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എയർ പ്രഷറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെന്താ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഒരു ഹെവി സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, ഒരു ഹൈ പ്രഷർ ഒരു ലോ പ്രഷർ. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എയർ പ്രഷർ കാരണം റൂഫ് ടോപ്സ് പോലും പറന്നു പോകുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അന്ന് നിങ്ങൾ പഠിച്ചത് എയറിലുള്ള പ്രഷറാണ്, ദാറ്റ് മീൻസ് അത് ഗ്യാസിൻ്റെ കാറ്റഗറിയാണ്. നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഉള്ള പ്രഷറിനെ കുറിച്ച് പഠിക്കണം. അതിന് മുമ്പായിട്ട് വാട്ട് ഈസ് പ്രഷർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കൂ. നമ്മളൊരു നെയില് ഒരു വുഡൻ പ്ലാങ്കിലോട്ട് അടിച്ച് കയറ്റുവാണ്. ദാറ്റ് മീൻസ് പുഷിങ് എ നെയിൽ ഇൻ ടു എ വുഡൻ പ്ലാങ്ക്. നോർമലി നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, അതായത് ആ ഷാർപ്പ് എൻഡ് വുഡൻ പ്ലാങ്കിൽ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ. പക്ഷേ ഒന്ന് നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കൂ. ആ ഏരിയ കൂടുതലുള്ള ആ ഹെഡ് നമ്മൾ താഴോട്ട് വെച്ച് ആ ഷാർപ്പ് എൻഡ് മേലെ വെച്ച് അടിച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് അതിനെ പുഷ് ചെയ്യാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് ഇല്ല അല്ലേ. ഏരിയ കൂടിയ ഭാഗം നമുക്ക് അങ്ങനെ ചെയ്താൽ പറ്റില്ല. ഏരിയ കുറഞ്ഞ ഭാഗം, അതായത് ഷാർപ്പായിട്ടുള്ള ഭാഗം മാത്രം വുഡൻ പ്ലാങ്കിൽ ടച്ച് ചെയ്താലാണ് നമുക്കതിനെ കയറ്റാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ നോക്കൂ. നമ്മളൊരു വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. എന്നാൽ ഇൻ കേസ് നമ്മളൊരു ബ്ലണ്ട് നൈഫ് കൊണ്ട്, ബ്ലണ്ട് നൈഫ് എന്ന് വെച്ചാൽ കുറച്ച് ഏരിയ തിക്കായിട്ടുള്ള ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഷാർപ്പ് എൻഡ് അല്ലാതെ കുറച്ച് തിക്കായിട്ടുള്ള എൻഡിലുള്ള കത്തിനെയാണ് നമ്മൾ ബ്ലണ്ട് നൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഏരിയക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പ്രഷർ കണക്കാക്കാൻ ഏരിയക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്താണ് പ്രഷർ എന്ന് നോക്കാം. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ്, പക്ഷെ അതൊരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഏരിയക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, ഏരിയ താഴെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഏരിയ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് പ്രഷറിൽ വ്യത്യാസം വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ പ്രകാരം പ്രഷർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഏരിയ റൈറ്റ് ഹാൻഡ് സൈഡിലുമാണ് കിടക്കുന്നത്. ഏരിയ ആണെങ്കിൽ ഡിനോമിനേറ്ററിലുമാണ് കിടക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിലാണ് ഏരിയ കിടക്കുന്നത്. സോ ഇങ്ങനെയുള്ള റിലേഷൻ നമ്മൾ പറയുക ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയും. ഇങ്ങനെ ഒരു റിലേഷൻ വരുമ്പോൾ എപ്പോഴും ഒന്ന് കൂടിയാൽ മറ്റത് കുറയും, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാൽ മറ്റത് കൂടും. ഓക്കെ, ദാറ്റ് മീൻസ് ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ലൈക്ക് ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൂടിയ മറ്റത് കുറയും, അല്ലെങ്കിൽ തിരിച്ച്. സോ ശ്രദ്ധിക്കുക, പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഓൾവേസ് റിമെമ്പർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾക്ക് മുമ്പ് കാണിച്ച എക്സാമ്പിൾസ് ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ഈ നെയിലിൻ്റെ ഷാർപ്പ് എഡ്ജിൽ ഏരിയ കുറവാണ് അല്ലേ. അതിൻ്റെ ഹെഡ് സൈഡിലാണെങ്കിലോ ഇവിടെ ഏരിയ കൂടുതലാണല്ലേ. ഇറ്റ് ഹാസ് മോർ ഏരിയ. സോ മോർ ഏരിയ ആണെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എന്താ പഠിച്ചത്? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഏരിയ കൂടിയാൽ പ്രഷർ കുറയും അല്ലേ. അപ്പം നമ്മൾ എത്ര
എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഏരിയ കൂടിയതുകൊണ്ട് അവിടെ പ്രഷർ കുറഞ്ഞു. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും നമുക്ക് അവിടെ മോർ ഏരിയ ആയതുകൊണ്ട് നമുക്കൊരിക്കലും അതിനെ ഡ്രിൽ ചെയ്ത് കയറ്റാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും നമ്മുടെ നോർമൽ കേസിൽ നോക്കുകയാണെന്ന് വെച്ചാലോ അവിടെ എന്താണ്, ഏരിയ കുറവാണ് ഷാർപ്പ് എൻഡിൽ. സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഏരിയ കുറവായതുകൊണ്ട് പ്രഷർ കൂടും. നമ്മൾ സെയിം ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്തു, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റിയ ഏരിയ കുറഞ്ഞ കേസിലാണ്. ഓക്കെ, സെയിം കേസ് തന്നെയാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഷാർപ്പ് നൈഫ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഷാർപ്പ് നൈഫ് ആകുമ്പോൾ എന്താണ്, ലെസ് ഏരിയ ആണ് അല്ലേ, കുറച്ച് ഏരിയ ആണ്. സോ വിൽ ബി മോർ പ്രഷർ. സോ സെയിം ഫോഴ്സിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ബ്ലണ്ട് നൈഫ് ആണെങ്കിലോ അതിന് മോർ ഏരിയ ആയിരിക്കും, സോ ലെസ് പ്രഷർ ആയിരിക്കും വരിക. സോ പ്രഷർ കുറവായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഏരിയക്ക് ചേഞ്ച് വരുമ്പോൾ പ്രഷറിനും ചേഞ്ച് വരും, ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. ഓക്കെ, സോ ഇൻ ടോട്ടൽ smaller the area, larger the pressure for the same force applied and vice versa. ഈ സിറ്റുവേഷൻസിലൊക്കെ സെയിം ഫോഴ്സ് ആണ് കൊടുത്തത്, പക്ഷേ ഇവിടെയൊക്കെ ഏരിയക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. Can you now explain why shoulder bags are provided with broad straps and not with thin strap? നമ്മൾ തിൻ സ്ട്രാപ്പ് ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യും അല്ലേ. പക്ഷെ നമ്മൾ ബ്രോഡ് സ്ട്രാപ്പ് ആയിട്ടുള്ളതാണ്, ഇങ്ങനെ കുറച്ച് വെയിറ്റുള്ള ബാഗൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കുറച്ച് ബ്രോഡായിട്ടുള്ള സ്ട്രാപ്സാണ് യൂസ് ചെയ്യാറുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ച കാരണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ? ബ്രോഡ് സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതിന് കൂടുതൽ ഏരിയ ഉണ്ട് അല്ലേ. സോ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. സോ യു ഫീൽ ലെസ് വെയിറ്റ്. ക്ലിയർ? കേസ് ഒന്ന് നോക്കൂ. എ പോർട്ടർ ക്യാരിങ് എ ഹെവി ലോഡ് അല്ലേ. ഇതുപോലെ ആളുകൾ തലയിൽ വെയിറ്റ് വെച്ച് പോകുമ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ ഒരു ഇങ്ങനത്തെ ക്ലോത്ത്, റൗണ്ടഡ് ക്ലോത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? Why these people are using this type of round piece of cloth in between? യെസ്, അവർക്കപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് അവിടെ കൂട്ടാൻ പറ്റും. സോ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും ആൻഡ് ദേ ഫീൽ ലെസ് ഫോഴ്സ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ലോഡ് അല്ലേ. ഇവിടെ ഞാൻ ഫോഴ്സ് കുറഞ്ഞു എന്നും പറഞ്ഞു അല്ലേ. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലോഡ്, വെയിറ്റ് എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഫോഴ്സ് തന്നെയാണത്. വെയിറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തന്നാൽ അക്കോർഡിംഗ് ടു ദ ഫോർമുല P is equal to F/A, അതായത് പ്രഷറും ഫോഴ്സും ഒരേപോലെ ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. സോ ഇങ്ങനെ റിലേഷനിൽ പ്രഷർ കൂടിയാൽ ഫോഴ്സ് കൂടും, പ്രഷർ കുറഞ്ഞാൽ ഫോഴ്സ് കുറയും. അങ്ങനെയാണ് ഈ റിലേഷൻ. ഓക്കെ, അതും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രഷറും ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രഷർ കൂടിയാൽ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കൂടും, പ്രഷർ കുറഞ്ഞാലോ ഫോഴ്സ് കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആസ് പ്രഷർ ഡിക്രീസസ് ഫോഴ്സ് ഓൾസോ ഡിക്രീസസ്, ആസ് പ്രഷർ ഇൻക്രീസസ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യണം നമ്മൾ. അതായത് ഈ വെയിറ്റ്, ലോഡ് വരുന്ന കേസിലൊക്കെ ഈ റിലേഷൻ കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഫോഴ്സിൻ്റെ കാര്യം കൂടി അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഇങ്ങനെയുള്ള കേസസിൽ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, ഫോഴ്സും കുറയും, നേരെ തിരിച്ചും അങ്ങനെ പറയണം. ഫോർ എക്സാമ്പിൾ ഇതൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരു ഹൈ ഹീൽസ് ഇട്ടിട്ട് ഒരാൾ നമ്മുടെ കാല് ചവിട്ടി, ഒരു ഫ്ലാറ്റ് ഹീൽസ് ഇട്ടിട്ട് ഒരാൾ കാല് ചവിട്ടി, ഏതിനായിരിക്കും നമ്മൾ കൂടുതൽ ഹേർട്ട് ആവുക? ഓഫ് കോഴ്സ് ഹൈ ഹീൽസ് ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? കാരണം ഹൈ ഹീൽസിൽ അവിടെ ഷാർപ്പാണ് അല്ലേ. സോ അവിടെ എന്താണ്, ഏരിയ കുറവാണ്. സോ പ്രഷർ കൂടും, ഫോഴ്സും കൂടും. ഫ്ലാറ്റ് ഹീൽസിലാണെങ്കിൽ ഏരിയ കൂടുതലാണ്, പ്രഷർ കുറവാകും, അപ്പോൾ ഫോഴ്സ് കുറവാകും. നെക്സ്റ്റ് എക്സാമ്പിൾ, യു ട്രൈ ഇറ്റ് ഔട്ട് ബൈ യുവർ സെൽഫ്. Camels can easily walk through the desert. Why? ഹിൻഡ് ആ ഫോട്ടോയിൽ തന്നെ കാണാം. സോ പ്രഷർ ഇൻ സോളിഡ് പഠിച്ചു. നെക്സ്റ്റ് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ ഇൻ ടോട്ടൽ ലിക്വിഡിനെയും ഗ്യാസിനെയും ടോട്ടലി പറയുന്നത് ഫ്ലൂയിഡ്സ് എന്നാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നോക്കാം. നമ്മൾ മേലോട്ട് പോകും തോറും പ്രഷർ കുറഞ്ഞു വരും.
അതായത് മേലോട്ട് പോകുന്തോറും എയറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ മൗണ്ടെയിൻ ക്ലൈംബേഴ്സ് ഉണ്ടല്ലോ, അവരിതുപോലെ ക്ലൈംബ് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും എന്ത് കൊണ്ടുപോകും? ഓക്സിജൻ സിലിണ്ടേഴ്സ് കൊണ്ടുപോകും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സോ മേലോട്ട് പോകുന്തോറും എയർ കുറവാണ്. ദാറ്റ് മീൻസ് എയർ പ്രഷർ അവിടെ കുറവാണ്. ഇനി ഞാൻ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്ന ലാൻഡാണ്, അതായത് സീ ലെവൽ. നമ്മൾ നിൽക്കുന്ന എർത്ത് സർഫസിൽ എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും, അതായത് എയർ പ്രഷർ, എയർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. സോ ഹൈ പ്രഷർ ആയിരിക്കും നമ്മൾ നിൽക്കുന്ന സർഫസിലൊക്കെ. ഇനി ലിക്വിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ സി ആയിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്തോറും പ്രഷർ കൂടി വരും. ലിക്വിഡിൽ ഏറ്റവും താഴെ ആയിരിക്കും മോർ പ്രഷർ. ഇതിൽ വെള്ളം ഞാൻ 2 ലെവലായിട്ട് കാണിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? അതവിടെ കാണിച്ചിരിക്കുന്നത് വെള്ളത്തിന് ഡെപ്ത് കൂടുന്തോറും പ്രഷറും കൂടുതലായിരിക്കും. കുറച്ച് വെള്ളമുള്ളിടത്ത് അത്രയും കുറവായിരിക്കും പ്രഷർ. കൂടുതൽ ഹൈറ്റ് കൂടുന്തോറും അതിൻ്റെ താഴോട്ട് പ്രഷറും കൂടുതലായിരിക്കും. സെയിം ഐഡിയ തന്നെ കൺവേ ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഒന്ന് നോക്കാം. ഇതുപോലെ 2 ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ നമ്മൾ ഹാഫ് വാട്ടർ ഫിൽ ചെയ്തു, ഒന്നിൽ ഫുൾ വാട്ടർ ഫിൽ ചെയ്തു. രണ്ടും ഓപ്പൺ എൻഡഡ് ട്യൂബ് തന്നെയാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒരു ബലൂൺ വെച്ച് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വാട്ടറിൻ്റെ ഹൈറ്റ് കൂടുന്തോറും താഴോട്ട് പ്രഷർ കൂടി വരുന്നത്. അവിടെ ബൾജ് കൂടിയിരിക്കുന്നത് കണ്ടോ? The balloon bulges more in the second case. That means as height of the water column increases, water pressure at bottom also increases. നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ ഇതുപോലെ നമ്മളൊരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ഹോളാക്കി വേറൊരു ട്യൂബ് ഫിക്സ് ചെയ്ത് അതിലോട്ടൊരു ബലൂണും കൂടി ഫിക്സ് ചെയ്തു. സോ വെള്ളം നിറയ്ക്കും തോറും ആ ബലൂൺ അവിടെ ബൾജ് ചെയ്ത് വരും. ദാറ്റ് മീൻസ് വാട്ടർ എക്സേർട്സ് പ്രഷർ ഇൻ ദ വാൾസ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലീക്കിംഗ് പൈപ്പിലൂടെ ഫൗണ്ടെയിൻസ് ഓഫ് വാട്ടർ വരുന്നത്. ഇവിടെ കണ്ടെയ്നർ എന്താണ്? പൈപ്പാണല്ലേ. സോ ദിസ് ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ വാട്ടർ എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ഓക്കെ, ലിക്വിഡ് പ്രഷറിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റിനെ നോക്കാം. ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് സെയിം ഡെപ്തിൽ 3 ഹോൾസ് ഇതുപോലെ ഇട്ട്, സെയിം ആണ് കേട്ടോ, ഈക്വൽ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരേ ലെവലിൽ. സോ ലുക്ക് അറ്റ് ഹൗ ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. യെസ്, ഈക്വൽ പ്രഷറിലാണ് പോകുന്നത് അല്ലേ? So this activity shows that liquid exert equal pressure at the same depth. ഇനി ഈ ഒരു ഒറ്റ ഫിഗർ കൊണ്ട് നിങ്ങൾക്ക് ലിക്വിഡ് പ്രഷറിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഈ ബോട്ടിലിൽ നമ്മൾ ഇതുപോലെ ഹൈറ്റിൽ 3 ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഏറ്റവും താഴെ ഹൈ പ്രഷറിൽ പോകുന്നു, ഏറ്റവും മേലെ ലോ പ്രഷറിലാണ് പോകുന്നത്. ഏറ്റവും താഴെ ആയിരിക്കും കൂടുതൽ പ്രഷർ. നമ്മൾ പഠിച്ചു, ഹൈറ്റ് കൂടുന്തോറും പ്രഷറും കൂടും അല്ലേ? ഏറ്റവും മേലെ ആയിരിക്കും ലോ പ്രഷർ ലിക്വിഡിൽ. സോ ആസ് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസസ്, വാട്ടർ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. സെയിം ഡെപ്ത് ഇതിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സെയിം ഡെപ്തിൽ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ലിക്വിഡ് പ്രഷർ വളരെ സിമ്പിളാണ്. ഇൻ ലിക്വിഡ് ഈക്വൽ പ്രഷർ ഇസ് എക്സേർട്ടഡ് അറ്റ് ദ സെയിം ഡെപ്ത്. Larger the depth of water, larger will be the liquid pressure. As height of the water column increases, pressure exerted at the bottom also increases. I hope the idea is clear. Our next and the last topic is atmospheric pressure. Last year നിങ്ങൾ എയർ എക്സേർട്സ് പ്രഷർ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊരു ബലൂണ് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൗത്ത് ടൈ ചെയ്യും, അല്ലെങ്കിൽ അത് ഡിഫ്ലേറ്റഡ് ആയി പോകും അല്ലേ? ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലെ എയർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. വൈ? ഇനി ഒരു ഇൻഫ്ലേറ്റഡ് ബലൂണിൽ നമ്മളൊരു ഹോൾ ആക്കിയാലോ, ഓഫ് കോഴ്സ് അത് അങ്ങനെ പൊട്ടി അതിൻ്റെ എയർ പുറത്തോട്ട് ചാടും അല്ലേ? വിത്ത് എ ഹ്യൂജ് സൗണ്ട്. ദാറ്റ് മീൻസ് എയർ എക്സേർട്സ് പ്രഷർ, isn't it? Unlike liquids, air exerts equal pressure in all directions. വാട്ടറിൻ്റെ കേസിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഡെപ്ത് കൂടുന്തോറും വാട്ടർ പ്രഷറും കൂടും എന്ന് വെച്ചാൽ പ്രഷർ എല്ലായിടത്തും ഈക്വൽ അല്ല. ബട്ട് എയർ എങ്ങനെയാണ്? ഈക്വൽ പ്രഷർ ആയിരിക്കും എല്ലാ സൈഡിലും അത് എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി പഠിച്ച എയറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് റീകോൾ ചെയ്യാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എയർ? എയർ occupies space അല്ലേ? അതുപോലെ എയർ ഹാസ് വെയിറ്റ്. ഇതെല്ലാം നിങ്ങൾ
ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എയർ എക്സേർട്സ് പ്രഷർ എന്നുള്ളതിന് ഒരു നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ടയറിൻ്റെ പങ്ക്ചർ അല്ലേ. ടയർ പങ്ക്ചറായ എന്ത് സംഭവിക്കുന്നു? എയർ എസ്കേപ്സ് ഫ്രം ദ ട്യൂബ് ഓഫ് എ ടയർ. ദാറ്റ് മീൻസ് വാട്ട്? എയർ എക്സേർട്സ് പ്രഷർ. ഈ കേസിൽ എന്ത് പറയാം? എയർ എക്സേർട്ട് പ്രഷർ ഇൻ ഇറ്റ്സ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ അല്ലേ. ഈ കേസിൽ എന്താണ് കണ്ടെയ്നർ? ടയർ ആണ് കണ്ടെയ്നർ. ഓക്കെ, എയർ പ്രഷറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇതും ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. എത്ര സ്ട്രോങ് ആണ് എയർ പ്രഷർ എന്ന് കണ്ടല്ലോ. ഈ എക്സ്പെരിമെന്റിന്റെ പേര് വാട്ടർ ഗ്ലാസ് എക്സ്പെരിമെന്റ് എന്നാണ്. ഈ എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. സോ ഡോണ്ട് വറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായാൽ, ദാറ്റ് മീൻസ് ഒരു ഹൈ പ്രഷർ റീജിയനും ഒരു ലോ പ്രഷർ റീജിയനും ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഹൈ പ്രഷർ റീജിയൻ ലോ പ്രഷർ റീജിയനെ പുഷ് ചെയ്യും അല്ലേ. ഒരു ഹെവി സൈക്ലോൺ വന്നാൽ റൂഫ് ടോപ്സ് പറന്നു പോകാൻ എന്താണ് കാരണം? ഹെവി വിൻഡ് വന്നാൽ വിൻഡ് സ്പീഡ് ലോ പ്രഷർ ആക്കി മാറ്റും അവിടുത്തെ റീജിയൻ അല്ലേ. വിൻഡ് സ്പീഡ് റെഡ്യൂസസ് എയർ പ്രഷർ എന്ന് പഠിച്ചിട്ടില്ലേ? സോ റൂഫ് ടോപ്പിന്റെ മേലെ മൊത്തം എന്തായി? ലോ പ്രഷർ ഏരിയ ആയി. എയർ പ്രഷർ അവിടെ കുറഞ്ഞു. അപ്പോൾ ഉള്ളിൽ എന്തായിരിക്കും? റൂഫിന്റെ ഉള്ളിൽ, അതായത് താഴെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും അല്ലേ. സോ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വന്നു. അപ്പോൾ ഹൈ പ്രഷറുള്ള ഏരിയ എന്ത് ചെയ്യും? ലോ പ്രഷറിൻ്റെ അവിടോട്ട് പുഷ് ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ റൂഫ് ടോപ്പ് പറന്നു പോവും. ഇനി നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം നിറച്ച ശേഷം അതിനെ ഒരു ക്ലോത്ത് വെച്ച് ക്ലോസ് ചെയ്യണം അതിൻ്റെ മൗത്ത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നു? ഉള്ളിൽ അതിൻ്റെ എയർ കുറഞ്ഞു. ലോ പ്രഷർ ഇൻസൈഡ് ഇസ് ഇറ്റ്. എയർ ഉള്ളിൽ കുറഞ്ഞപ്പോൾ പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? പുറത്ത് ഹൈ പ്രഷർ ആണല്ലേ. ഇപ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ വന്നു. ഉള്ളിലെ എയർ കണ്ടന്റ് കുറഞ്ഞു, പുറത്ത് എന്താണ്? ഹൈ പ്രഷറാണ്, എയർ കണ്ടന്റ് കൂടുതലാണ്. സോ വാട്ട് വി ലേൺഡ്, എന്താണ് അവിടെ സംഭവിക്കുക? വെൻ ഐ ടേൺ ദിസ് upside down, what happened? The water doesn't came out, isn't it? So what is actually happening there? High pressure pushes the low pressure region, isn't it? So the water couldn't came out. Air pressure ഇത്രയ്ക്ക് സ്ട്രോങ് ആണ്. കണ്ടോ, വെള്ളം പുറത്തോട്ട് വന്നില്ല. Can you believe this? So it's very dangerous if there exists a pressure difference. For example, in the case of cyclones and all. ഇനി ടെക്സ്റ്റിൽ ഈ ആക്ടിവിറ്റി നോക്കാം. ഇതൊരു റബ്ബർ സക്കറാണ്. അതിന് നമ്മളൊരു ഫ്ലോറിലൊരു സർഫസിൽ നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്യിപ്പിച്ചു. സോ അത് എന്തുകൊണ്ടാണ് അവിടെ സ്റ്റിക്ക് ആവാൻ കാരണമെന്നറിയോ? യെസ്, അതിൻ്റെ ഉള്ളിലെ എയർ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് പോയി, isn't it? And there came a pressure difference. ഇൻസൈഡ് എന്തായിരിക്കും? ഒരു ലോ പ്രഷർ ഏരിയ ആയി, പുറത്ത് ഹൈ പ്രഷർ. സോ എന്ത് സംഭവിച്ചു? ഹൈ പ്രഷർ ഏരിയ ലോ പ്രഷറിലോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ആ റബ്ബർ സക്കർ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ റബ്ബർ സക്കറിൻ്റെ ഉള്ളിൽ ഒട്ടും എയർ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ യു നെവർ ക്യാൻ പുൾ ഇറ്റ് ഔട്ട്. ഒരിക്കലും നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. No matter how much force you applied, whatever ways you tried, nothing will going to happen.
ഫോർ എക്സാമ്പിൾ 17th സെഞ്ച്വറിയിൽ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ഓട്ടോ വൺ ഗ്വറിക് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണിത്. ഡ്രമാറ്റിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. അദ്ദേഹം ഒരു പമ്പ് ഇൻവെൻറ്റ് ചെയ്തു. ആ പമ്പ് യൂസ് ചെയ്തിട്ട് ഒരു വെസലിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് എയറും പുറത്തോട്ട് എടുക്കാം, ഉള്ളിലൊന്നും ഇല്ലാത്ത പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഈ പിക്ചറിൽ കാണുന്ന പോലെ 2 ഹെമിസ്ഫിയേഴ്സ് ജോയിൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് എയറും അദ്ദേഹം എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് 8 ഹോഴ്സസിനെ അപ്പുറം ഇപ്പുറം ടോട്ടൽ 16 ഹോഴ്സസിനെ വെച്ച് വലിക്കാൻ നോക്കുക. പക്ഷെ എന്ത് സംഭവിക്കും? ഒരിക്കലും അതിനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഉള്ളിൽ ഒട്ടും എയർ ഇല്ലല്ലേ. പുറത്താണെങ്കിൽ ഹൈ പ്രഷറാണ്. ഇഫ് ദർ ഇസ് നോ എയർ ഇൻസൈഡ്, നോ ഫോഴ്സ് ക്യാൻ പുൾ ഇറ്റ് അപ്പാർട്ട്. ദാറ്റ് മച്ച് സ്ട്രോങ് ഇസ് എയർ പ്രഷർ. നൗ വാട്ട് ഇസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്ന് പറയാം. നമ്മൾ ഓക്സിജൻ ആണ് ബ്രീത്ത് ചെയ്യുന്നത്. വി ആർ ബ്രീത്ത് ഇൻ ഓക്സിജൻ. There are different types of gases around us like nitrogen, hydrogen, carbon dioxide. അങ്ങനെ ഒരുപാട് ഇതുണ്ട് അല്ലേ, എയർ ഉണ്ട് നമുക്ക് ചുറ്റിലും. സോ എയർ ഹാസ് വെയിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇത്രയും ഗ്യാസസ് അവിടെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അല്ലെങ്കിൽ എയർ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് എയർ പ്രഷർ. എർത്ത് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് എയർ പ്രഷർ. നമുക്ക് നമ്മുടെ ഹെഡിൻ്റെ മേലെ എത്ര വരും ഒരു എയറിൻ്റെ പ്രഷർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുപോലൊരു എയർ കോളം നമ്മുടെ തലയുടെ മേലെ എങ്ങനെ കണക്കാക്കുകയെന്ന് വെച്ചാൽ ഏകദേശം 1000 kg വരും എന്നാണ് പറയുന്നത്. ഒരു 10x10 ഏരിയ നമ്മുടെ ഹെഡിൽ നമ്മളൊന്ന് കണക്കാക്കിയാൽ ആ ഏരിയയിൽ മാത്രം ആക്ട് ചെയ്യുന്നത് 1000 kg വരും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1000 കിലോ ഉള്ള വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തലയിൽ വീണാൽ വി വുഡ് ക്രഷ് അല്ലേ. പക്ഷെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലും ഒരു പ്രഷർ ഉണ്ട്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദ പ്രഷർ ഔട്ട്സൈഡ്, വിച്ച് ബാലൻസസ് ദ pressure outside, so that that effect is cancel out. So that's all about this chapter. അപ്പോൾ ഞാനിവിടെ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് ദ നോട്ട്. സോ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതിൻ്റെ എക്സസൈസും കൂടി ചെയ്താൽ ഈ ചാപ്റ്റർ ഫിനിഷ്ഡ് ആയി മൊത്തത്തിൽ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.